ചെമ്പടയ്ക്ക് കാവലാൾ എന്ന ഗാനം മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി പാടില്ല. മുഖ്യമന്ത്രി ചടങ്ങിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് പാടി അവസാനിപ്പിക്കും. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിൽ 100 വനിതാ ജീവനക്കാർ ചേർന്നാണ് ഗാനം ആലപിക്കുന്നത്. വലിയ തരത്തിലുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ഒരു ഗാനം, സ്തുതിഗീതം മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി പാടുന്നു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് പ്രകാരം മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തി ആ ഗാനം ആലപിക്കില്ല. മുഖ്യമന്ത്രി വരുന്നതിന് തൊട്ടു മുൻപ് 100 വനിതാ ജീവനക്കാർ ചേർന്നിട്ട് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയ ആ ഗാനം ആലപിക്കും എന്നുള്ളതാണ്. അവിടെ അതിനായിട്ടുള്ള പരിശീലനമൊക്കെ ഇന്ന് രാവിലെ മുതൽ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ജീവനക്കാരെല്ലാം ഗാനം ആലപിക്കാനായി അവിടെ അണിനിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിലാണ് 100 വനിതാ ജീവനക്കാർ ചേർന്ന് ഗാനം ആലപിക്കുന്നത്. വലിയ തരത്തിലുള്ള ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു സ്തുതിഗീതം. അതിലെ വരികളൊക്കെ വലിയ തരത്തിൽ ചർച്ചയായി ഇരുന്നു. മുഖ്യമന്ത്രി ചെമ്പടയ്ക്ക് കാവലാൾ, പടനായകൻ തുടങ്ങിയ വാക്കുകളൊക്കെയാണ് ആ കവിതയിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ആ പാട്ട് പാടും എന്നായിരുന്നു മുൻപുള്ള തീരുമാനം. എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചടങ്ങിനെത്തുന്നതിന് തൊട്ട് മുൻപ് പാട്ട് പാടി അവസാനിപ്പിക്കാനാണ് തീരുമാനം. എന്തായാലും പാട്ട് പാടില്ല എന്നുള്ള തരത്തിലും അഭ്യൂഹങ്ങൾ വന്നിരുന്നു. എന്തായാലും ഇന്ന് പാട്ട് പാടും. 12 മണിയോടുകൂടിയാണ് പരിപാടി ഈ ഒരു പാട്ട് പാടാനായിട്ട് ആരംഭിക്കുന്നത്. പാട്ട് പാടി കഴിയുമ്പോൾ മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തും. വലിയ തരത്തിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള ചെമ്പടയ്ക്ക് കാവലാൾ ഗാനം അല്പസമയത്തിനകം തന്നെ ആലപിക്കും. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പരിപാടിയിൽ 100 വനിതാ ജീവനക്കാർ ചേർന്നാണ് ഗാനം ആലപിക്കുന്നത്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ഗാനം ആലപിക്കും. ആ വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് അവിടെ നിന്നും ചേരുന്നത്. ഹാൻസ്, ആ പാട്ടിലെ വരികളൊക്കെ കഴിഞ്ഞ ദിവസം വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്ന വരികളാണ്. ആദ്യം പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രി വരുന്നതിന് തൊട്ടു മുൻപ് ഗാനം ആലപിക്കാനാണ് തീരുമാനം. അതിന്റെ ഒരുക്കങ്ങളാണോ അവിടെ കാണാൻ സാധിക്കുന്നത്? സ്വാതി, തീർച്ചയായും കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഏറെ വിവാദങ്ങൾ ഇപ്പോൾ ഈ കെട്ടിടം എത്തിച്ചേർന്നിരിക്കുന്നു. ഇതിന്റെ ഭാഗമായി തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുകഴ്ത്തിക്കൊണ്ടുള്ള രീതിയിൽ ഒരു കവിത ആലാപിക്കുന്ന തീരുമാനത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ 2 സ്ഥലങ്ങളിലാണ് പരിപാടി നടക്കുന്നത്. ഒന്ന്, സെക്രട്ടേറിയറ്റിന് സമീപം തന്നെ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ 12 മണിയോടെ നിർവഹിക്കും. ഇതിനുശേഷം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിലായിരിക്കും നിലവിൽ അദ്ദേഹത്തെ പുകഴ്ത്തി അസോസിയേഷൻ ഭാരവാഹികൾ തന്നെ രചിച്ച ഗാനം ആലപിക്കുക. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ സുവർണ ജൂബിലി മന്ദിര ഉദ്ഘാടനത്തിനായി മുഖ്യമന്ത്രി എത്തിച്ചേരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടെ നിന്ന് മന്ദിരം ഉദ്ഘാടനം ചെയ്ത് ഇവിടെയെല്ലാം സന്ദർശിച്ചതിന് ശേഷം അദ്ദേഹം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നതിന് മുൻപായിരിക്കും ഗാനം ആലപിക്കുക. ഇതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വലിയൊരു കൂറ്റൻ ഫ്ലക്സ് ബോർഡ് സെക്രട്ടേറിയറ്റിൻ്റെ കണ്ടോൺമെൻറ്റ് ഗേറ്റിന് സമീപമെല്ലാം സ്ഥാപിച്ചിരുന്നു. ഇത് ഹൈക്കോടതി നിർദ്ദേശം ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് എംപ്ലോയീസ് അസോസിയേഷൻ ഭാരവാഹികൾ കടന്നത്. ഇതിനെ തുടർന്ന് വലിയ വിവാദങ്ങൾക്ക് തന്നെയാണ് ആ ഫ്ലക്സ് ബോർഡും തിരികൊളുത്തിയത്. അതിൻ്റെ ഭാഗമായി തന്നെ മാധ്യമങ്ങളടക്കം വാർത്തയാവുകയും ഈ ഫ്ലക്സ് ബോർഡ് നഗരസഭാ അധികൃതർ വന്ന് മാറ്റുന്ന സ്ഥിതിയും നമ്മൾ കണ്ടതാണ്. ഇതിനുശേഷം ഇപ്പോൾ ഭാരവാഹികൾക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട് പോലീസ്. കണ്ടോൺമെൻറ്റ് പോലീസാണ് ഇപ്പോൾ കേസെടുത്തത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. CPM ജില്ലാ സെക്രട്ടറി, തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി V. ജോയ് ഇപ്പോൾ മന്ദിരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി കൂടി എത്തിച്ചേർന്നാൽ ഉടനെ തന്നെ ഉദ്ഘാടന പരിപാടികളിലേക്ക് കടക്കും. അതിനുശേഷമായിരിക്കും ഇവിടെ നാടമുറിച്ച് കെട്ടിടം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം മുഖ്യമന്ത്രിയും ബാക്കിയുള്ള ഭാരവാഹികളടക്കമുള്ള സംഘം സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് പോകും. അവിടെ വെച്ചായിരിക്കും മുഖ്യമന്ത്രിയെ വിവാദ ഗാനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി നിർമ്മിച്ച ഗാനം ആലപിക്കുക. മുഖ്യമന്ത്രി എത്തിച്ചേർന്നതിന് മുൻപ് ഗാനം ആലപിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് ശേഷമായിരിക്കും ഔദ്യോഗിക പരിപാടികളിലേക്ക് കടക്കുക. സ്വാതി.
കണ്ടിരുന്നത്.